അപ്പോൾ ഒരു ജീവനിൽ പ്രമാണം പ്രവർത്തിച്ച് വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രമ അന്ധകരണത്തിനുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ പറയും എന്താണ്? പ്രമാണത്തിലൂടെ പ്രമ ഉണ്ടായി ആ പ്രമ ആ വിഷയത്തെ പരിച്ഛേദിക്കുന്നു എന്ന് പറയും. വിഷയം പരിച്ഛേദ്യമാകുന്നു. പ്രമയ്ക്ക് ഒരു വസ്തു വിഷയമാകുമ്പോൾ ആ വിഷയം എന്ത് ചെയ്യുന്നു? പരിച്ഛേദ്യമാകുന്നു എന്ന് പറയും. പരിച്ഛേദ്യമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നു എന്നർത്ഥം. പക്ഷെ അറിയുന്നു എന്ന് പറയാതെ ഇവിടെ പരിച്ഛേദ്യം എന്നുള്ള എന്തുകൊണ്ടാണ് പ്രയോഗിച്ചത്? പരിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഛേദിക്കുക. ഛേദിക്കുക എന്ന് വെച്ചാൽ അതിനെ മുറിക്കുക, അതിനെ കഷണങ്ങളാക്കുക, ചെറുതാക്കുക. പരിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പരിമിതപ്പെടുത്തുക, ഉൾക്കൊള്ളുക. ഒരു വിഷയത്തെ ഈ പ്രമാണത്തിലൂടെ പ്രമാണം ഉപയോഗിച്ച് അറിയുമ്പോൾ വാസ്തവത്തിൽ ആ വിഷയത്തിന് എന്ത് സംഭവിക്കുന്നു? ആ വിഷയം പരിച്ഛേദ്യമാവുകയാണ്. അതായത് അറിവിനത് കീഴ്പ്പെട്ടു പോവുകയാണ്. ആ അറിവ് അതിനെ ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ അറിവ് എന്ത് ചെയ്യുന്നു? അതിനെ പരിമിതപ്പെടുത്തുന്നു. അറിവിന് ആ വസ്തു കീഴടങ്ങിപ്പോയി എന്നർത്ഥം. അറിവുകൊണ്ട് അതിനെ പരിമിതപ്പെടുത്തി. അറിവ് അതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞു. ആ വസ്തു തുച്ഛമായി അറിവിനെ സംബന്ധിച്ചിടത്തോളം, കാരണം അതിന് കീഴടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ അറിവ് ഉൾക്കൊണ്ടു കഴിഞ്ഞു. അറിവിന്റെ ഉള്ളിൽ വസ്തു ഒതുങ്ങിപ്പോയി. ആത്മാവിനെ ഇതുപോലെ പരിച്ഛേദിക്കാൻ സാധ്യമല്ല. അറിവ് കൊണ്ട് അതിനെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. അറിവിൽ അതിനെ പരിമിതപ്പെടുത്താൻ, പരിച്ഛിന്നമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു അപരിച്ഛേദ്യസ്യ. ഇത് അപരിച്ഛേദ്യമാണ്. ആത്മാവ് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭ്രമ കൊണ്ട് അതിനെ പരിച്ഛേദിക്കാൻ, പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. അപരിച്ഛേദ്യസ്യ ഇത്യർത്ഥഃ. അതുകൊണ്ടാണ് അവിടെ അപരിച്ഛേദ്യം എന്നുള്ള പദം പ്രയോഗിച്ചത്. അവിടെ ഒരു ചോദ്യമാണ് ജിജ്ഞാസ ചോദിക്കുകയാണ്. നനു ആഗമേന ആത്മാ പരിച്ഛിദ്യത പ്രത്യക്ഷാദിനാച പൂർവം. അവിടെ ഒരാൾ ചോദിക്കുകയാണ്, ആഗമം ശ്രുതി ആഗമേന ശ്രുതി കൊണ്ട്, വേദം കൊണ്ട് ആത്മാ പരിച്ഛിദ്യത, ആത്മാവ് പരിച്ഛേദിക്കപ്പെടുന്നുണ്ടല്ലോ. ശ്രുതി ആത്മാവിനെ ബോധിപ്പിക്കുന്നു. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങളുണ്ടല്ലോ. അതാണല്ലോ ഇതിനെ ബോധിപ്പിക്കുന്നത്, അജ്ഞാതമായിരിക്കുന്നതിനെ ബോധിപ്പിക്കുന്നത്. അങ്ങനെ പ്രമാണത്തിന് ലക്ഷണം പറയും. അജ്ഞാതജ്ഞാപകം, അജ്ഞാതമായിരിക്കുന്ന ഒന്നിനെ ബോധിപ്പിക്കുന്നതാണ് പ്രമാണം. പ്രത്യക്ഷം, അനുമാനം എന്ന് വരുന്ന പട്ടികയിൽ വരുന്നതാണ് ആഗമം, ശ്രുതി. ശ്രുതി ഒരു പ്രമാണമാണ്. ശ്രുതിയെ അന്ത്യപ്രമാണം എന്ന് പറയുന്നു. ഏറ്റവും പ്രബലമായ പ്രമാണമാണ് ശ്രുതി. പ്രത്യക്ഷാദികളെ അപേക്ഷിച്ച് അതിന് ബലമുണ്ട്. എന്തുകൊണ്ടത് അപൂർവമായ പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ കൂടി അത് ബോധിപ്പിക്കുന്നുണ്ട്. യാഗം, സ്വർഗം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ബോധിപ്പിക്കാൻ ശ്രുതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടത് പ്രബലമാണ് മറ്റുള്ള പ്രമാണങ്ങളെ അപേക്ഷിച്ച്. ഔപനിഷദം പുരുഷം എന്ന് പറയുന്നു. ഉപനിഷത്ത് എന്ന പ്രമാണം കൊണ്ട് ബോധിപ്പിക്കപ്പെടുന്നതായ പുരുഷൻ ആത്മാവ് എന്നാണ് ആത്മാവിനെ കുറിച്ച് വേദം തന്നെ പറയുന്നത്. അങ്ങനെ വേദം ബോധിപ്പിക്കുന്ന ഈ ആത്മാവ് പ്രത്യക്ഷ പ്രമാണത്തിലൂടെ ബോധിക്കുന്നില്ലെങ്കിലും ആഗമം എന്നുള്ള പ്രമാണത്തിലൂടെ ആത്മാവ് പരിച്ഛേദിക്കപ്പെടുന്നുണ്ടല്ലോ. എങ്ങനെ? ആഗമം എന്ന പ്രമാണത്തിൽ നിന്നും ബോധം, അറിവ്, ആത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. ആ അറിവിന് ആത്മാവ് പ്രമേയമാകുന്നു. അപ്പോൾ അറിവ് അതിനെ പരിച്ഛേദിക്കുന്നു, പരിമിതപ്പെടുത്തുന്നു എന്നർത്ഥം. അത് മുഖ്യമായ പ്രമാണമായതുകൊണ്ട് അതിനെ പറഞ്ഞു. ഇനി അത് മാത്രമല്ല, പ്രത്യക്ഷാദിനാചപൂർവം, പ്രത്യക്ഷാദി മറ്റ് പ്രമാണങ്ങൾ കൊണ്ടും ആത്മാവിനെ അറിയാം എന്ന് പറയുന്നതിന് തെറ്റില്ല എന്നർത്ഥം. ആത്മാവ് അജ്ഞാതമായൊരു വസ്തുവല്ല എന്നർത്ഥം. ഒരു വസ്തു തികച്ചും അജ്ഞാതമാണെങ്കിൽ അതിലൊരു പ്രമാണങ്ങൾക്കും പ്രവർത്തിക്കാൻ
ഒക്കത്തില്ല. നമുക്കൊരു വസ്തുവിനെ അറിയുന്നേ ഇല്ല, പൂർണ്ണമായും അത് അജ്ഞാതമാണ്. പിന്നെ പ്രമാണങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. പ്രമാണങ്ങളിലൂടെ അതിനെ അറിയാൻ ഒരാൾ പ്രയത്നിക്കത്തില്ല. ഒരു വസ്തുവിനെ കുറിച്ച് ഏകദേശം എന്തെങ്കിലും ഒരു അറിവ് വേണം, അപ്പോഴാണ് അവിടെ പ്രമാണം പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ. ആത്മാവ് പ്രത്യക്ഷമാണോ എന്ന് പറയുന്നവരുണ്ട്. എന്തുകൊണ്ട്? ആത്മാവെന്ന് വെച്ചാൽ തന്നെ അറിയാത്ത ആരുമില്ല, സ്വയം അറിയാത്ത ആരുമില്ല. എല്ലാവരും അഹമഹം, താൻ, ഞാൻ എന്നിങ്ങനെ തന്നെ അറിയുന്നുണ്ട്. അപ്പൊ പ്രത്യക്ഷ വിഷയമാണല്ലോ ആത്മാവ്. പ്രത്യക്ഷ പ്രമാണം കൊണ്ട് ആത്മാവിനെ അറിയുന്നുണ്ടല്ലോ. അവിടെ മനസ്സിനെ പ്രമാണമായി സ്വീകരിക്കാം. മനസ്സിലൂടെ, മനസ്സെന്ന പ്രമാണം കൊണ്ട് ആത്മാവിനെ അറിയുന്നു, ആത്മാവ് വിഷയമാകുന്നു. അനുമാനിക്കാം. എങ്ങനെ അനുമാനിക്കും? ഈ ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരാളുണ്ട്. ആരാണോ ഇന്ദ്രിയങ്ങളെയും മറ്റും പ്രവർത്തിപ്പിക്കുന്നത്, അതാണ് ആത്മാവ് എന്നിങ്ങനെ തന്നെ തന്റെ സ്വരൂപത്തെ അറിയാം. അല്ല, ചില വൈശേഷികന്മാരും മറ്റും ആത്മാവ് പ്രത്യക്ഷ വിഷയമാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. അഹം എന്നുള്ള അനുഭവത്തിലുള്ള ആത്മാവ് പ്രത്യക്ഷമാകുന്നു. അത് മാത്രമല്ല, ഇനി ആഗമം, വേദം, അതാണല്ലോ പ്രമാണമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ആ വേദപ്രമാണത്തിലൂടെ ആത്മാവിനെ അറിയുന്നിടത്തും പ്രത്യക്ഷ സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? വേദമെന്ന് പറയുന്നത് ശബ്ദമാണ്. ശബ്ദത്തെ കേൾക്കുന്നു. ശബ്ദത്തെ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ പ്രത്യക്ഷ പ്രമാണം വേണം. ഏത്? ശ്രവണേന്ദ്രിയം. ശ്രവണേന്ദ്രിയം കൊണ്ട് ശബ്ദത്തെ കേട്ട് അതിന്റെ അർത്ഥത്തെ മനസ്സുകൊണ്ട് ധരിച്ച് വേദത്തിലെ വിഷയങ്ങളെ അറിയുന്നു. അപ്പൊ വേദം പറയുന്ന ഏത് കാര്യം അറിയണമെങ്കിലും, വേദം മുഖ്യമായ പ്രമാണമാണ്, അറിയണമെങ്കിലും ശ്രവണേന്ദ്രിയത്തിന്റെ സഹായം വേണം. അപ്പം വേദത്തിലൂടെ ആത്മാവിനെ അറിയുന്നതിനും പ്രത്യക്ഷ പ്രമാണമായിരിക്കുന്ന ശ്രവണേന്ദ്രിയത്തിന്റെ സഹായമുണ്ട്. അതുകൊണ്ട് പ്രത്യക്ഷ പ്രമാണത്തിന്, നേരിട്ടല്ലെങ്കിലും പ്രത്യക്ഷ പ്രമാണത്തിന് ആത്മാവ് വിഷയമാണ് എന്ന് പറയാം. വേദം ശ്രവിക്കുന്നു, ആ ശ്രവണത്തിലൂടെ ശബ്ദത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു, തുടർന്ന് അർത്ഥബോധം ഉണ്ടാകുന്നു, ആത്മാവെന്നുള്ള ഒരു വസ്തുവിനെ അറിയുന്നു. അപ്പോൾ വേദം പ്രത്യക്ഷ പ്രമാണത്തെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ ആത്മാവിനെ അറിയാം. മറ്റു പ്രമാണങ്ങളിലൂടെ അറിയുന്നത് എങ്ങനെ എന്നുള്ളത് ആ പ്രമാണത്തെ കുറിച്ച് നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാകത്തുള്ളൂ. മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാം എന്നാണ് പൂർവക്ഷി പറയുന്നത്. അതാണ് പ്രത്യക്ഷാദിന. അതിനെ ഇവിടെ നിഷേധിക്കുന്നു. വേദം അല്ലെങ്കിൽ പ്രത്യക്ഷം തുടങ്ങിയ ഒരു പ്രമാണങ്ങളും ആത്മാവിനെ ശരിയായി ബോധിപ്പിക്കത്തില്ല. എന്തുകൊണ്ട്? അതിന്റെ ആവശ്യമില്ല. ആത്മാവിനെ ബോധിപ്പിക്കുന്നതിന് ഒരു പ്രമാണത്തിന്റെയും ആവശ്യമില്ല. എന്തുകൊണ്ട്? ആത്മനഃ സ്വതസിദ്ധത്വ. ആത്മാവ് അതൊന്നു മാത്രമേ സ്വതസിദ്ധമായിട്ടുള്ളൂ. ആത്മാവ് ഒരു വസ്തു മാത്രം, ഒരു പ്രമാണത്തെയും ആശ്രയിക്കുന്നില്ല. പ്രത്യക്ഷമോ ശ്രുതിയോ ഒന്നിനെയും അത് ആശ്രയിക്കുന്നില്ല. മറിച്ചെന്ത് ചെയ്യുന്നു? ഈ പ്രമാണങ്ങളെല്ലാം ആത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുകയാണ്. ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ആത്മാവിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പ്രമാണങ്ങൾ പ്രമേയം ഉണ്ടാക്കുകയാണ്. വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രമ അതുണ്ടാകുന്നു. ആത്മാവിന് ഇതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സ്വതസിദ്ധത്വ. അത് സ്വതസിദ്ധമാണ്. അതിന്റെ സിദ്ധിക്ക് മറ്റൊരു പ്രമാണത്തെയും അത് ആശ്രയിക്കുന്നില്ല. മറ്റുള്ള എല്ലാം സിദ്ധിക്കുന്നത് ഈ പ്രമാണങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. ഇപ്പം ഈ പുസ്തകം ഇവിടെ ഇരിക്കുന്നു. പുസ്തകത്തെ നമ്മൾ അത് മുമ്പ് ചർച്ച ചെയ്തതാണ്. അത് ഉള്ളതായിട്ടറിയുന്നു, അതിന്റെ ഉണ്മയെ അറിയുന്നു. അതിന്റെ ഉണ്മയെ അറിയുന്നതിന് നമ്മുടെ ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നു. അന്ധകരണത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനത്തിൽ പുസ്തകം പ്രകാശിക്കുന്നു. അപ്പം ആ ജ്ഞാനത്തെ ആശ്രയിച്ച് ഈ പുസ്തകത്തിനിവിടെ നിലനിൽപ്പുള്ളൂ. ജ്ഞാനത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിന്റെ സിദ്ധി പ്രമാണത്തെ ആശ്രയിച്ചാണ്. പക്ഷെ ആത്മാവ് സ്വതസിദ്ധമാണ്. സ്വതസിദ്ധമെന്ന് വെച്ചാൽ അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അത് സ്വയം പ്രകാശിക്കുന്നു. സ്വയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഭൗതികമായ എല്ലാ പ്രകാശത്തെയും ഗ്രഹിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ സഹായം വേണം. എങ്ങനെ?
ബാഹ്യമായ ലൈറ്റ് പ്രകാശിക്കുന്നു. ആ പ്രകാശത്തെ നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പ്രകാശം കൂടി വേണം. കണ്ണ് തുറന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഗ്രഹിക്കാൻ പറ്റും. ഒരു പ്രകാശത്തിന് മറ്റൊരു ഭൗതിക പ്രകാശത്തിന്റെ ആവശ്യമില്ലെങ്കിലും അവിടെ ആത്മപ്രകാശത്തിന്റെ ആവശ്യമുണ്ട്. ഉള്ളിൽ നിന്നുള്ള പ്രകാശം, മനസ്സിന്റെ പ്രകാശം, കണ്ണിലൂടെ പുറത്തു വരുന്ന പ്രകാശം, ആ പ്രകാശം കൊണ്ട് ഭൗതികമായ പ്രകാശത്തെ, സൂര്യ തേജസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രകാശങ്ങളെയും ഗ്രഹിക്കുന്നു. പക്ഷെ ആത്മപ്രകാശം എന്താണത്? സ്വയം പ്രകാശമാണ്. അതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. ഭൗതികമോ ആത്മീയമോ ആയ ഒരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അവിടെ പ്രകാശം എന്ന് പറഞ്ഞാൽ ജഡപ്രകാശമല്ല, മറിച്ചത് ചൈതന്യമാണ്, അനുഭവമാണ്, അറിവാണ്. അതാണ് സ്വയം പ്രകാശം. അനുഭവ സ്വരൂപമാണ്. ആത്മാവ് സ്വയം അനുഭവ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അനുഭവിക്കേണ്ടുന്ന ആവശ്യം വരുന്നില്ല. ആത്മാവിനെ അനുഭവിക്കാൻ വേണ്ടി പരിശ്രമിക്കില്ല. എന്തുകൊണ്ട്? സ്വയം അനുഭവമാണ്. അനുഭവ സ്വരൂപമായിരിക്കുന്നതിനെ അനുഭവിക്കാൻ കഴിയത്തില്ല. നേരത്തെ പറഞ്ഞ ദോഷം വരും, ആത്മാശ്രയ ദോഷം. താൻ തന്നെ എതിരിട്ട് നോക്കുക സാധ്യമല്ല. ഒരു വസ്തു അനുഭവ സ്വരൂപമാണെങ്കിൽ അനുഭവ സ്വരൂപമായിരിക്കുന്നതിനെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പം തന്നിൽ, നേരത്തെ പറഞ്ഞല്ലോ, സ്വാത്മനി ക്രിയാവിരോധ, തന്നിൽ തന്നെ താൻ പ്രവർത്തിക്കുന്നു എന്ന്. അതുകൊണ്ട് അത് അനുഭവ സ്വരൂപമായിരിക്കുന്നത് അനുഭവ വിഷയമാകുന്നില്ല. അനുഭവ വിഷയമാകുന്നതിനാണ് പ്രമാണത്തിന്റെ ആവശ്യം. എവിടെയെങ്കിലും ഒരു വസ്തു അനുഭവത്തിന് വിഷയമാകുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പുസ്തകം, അതെന്റെ പ്രത്യക്ഷ അനുഭവത്തിന്, പ്രമയ്ക്ക് വിഷയമാകുന്നു. ഇവിടെ എനിക്ക് പ്രമാണം വേണം, കണ്ണു വേണം. അതേസമയം ആത്മാവാണെങ്കിലോ അനുഭവ സ്വരൂപമായതുകൊണ്ട് അത് അനുഭവത്തിന് വിഷയമാകുന്നു. അതുകൊണ്ട് അവിടെ പ്രമാണത്തിന്റെ ആവശ്യം ഇല്ല എന്നർത്ഥം. എന്നുവെച്ചാൽ ബാഹ്യമായ ഭൗതികമായ വിഷയങ്ങളെപ്പോലെ ആത്മാവ് വിഷയമാകുന്നില്ല എന്നർത്ഥം. ആത്മാവ് അങ്ങനെ വിഷയമാവണമെങ്കിൽ, വിഷയമാകുകയാണെങ്കിൽ അതിനും പ്രമേയത്വം വരും. അത് വരുന്നില്ല. അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. സിദ്ധേഹി ആത്മനി പ്രമാതരി പ്രമിത്സോഹോ പ്രമാണാന്വേഷണ ഭവതി. ഇവിടെ പറയുന്നുണ്ട് പ്രമാതരി, പ്രമിത്സോഹോ, പ്രമാതാവ്. ജീവൻ ഓരോ വിഷയങ്ങളെയും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ, ആ ജീവൻ അതിന്റെ പ്രമാണങ്ങൾ ഉപയോഗിച്ച്, കണ്ണ് തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുസ്തകം തുടങ്ങിയ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് വന്നു ചേരുന്ന അവസ്ഥ, അതാണ് പ്രമാതൃത്വം. അതിനെപ്പോൾ പ്രമാതാവ് എന്ന് പറയും. കാണുകയും കേൾക്കുകയും രുചിക്കുകയും മണക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എന്താണ്? ആത്മാവിനെ പ്രമാതാവ് എന്ന് പറയും. യഥാർത്ഥമായ അനുഭവത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ, യഥാർത്ഥമായ അനുഭവത്തിലിരിക്കുന്നവൻ എന്ന് പറയും. അത് പ്രമാതാ എന്നാണ്. പ്രമാതൃ ശബ്ദമാണ്. അതിന്റെ സപ്തമിയിലുള്ള ആണ് പ്രമാതരി എന്ന് പറയുന്നത്, സപ്തമി ഭക്തി. നിപ്രമിത്സു എന്ന് പറയുന്നു. പ്രമിത്സോഹോ എന്നാണ്. പ്രമിതാവ്, യഥാർത്ഥമായ അറിവുള്ളവൻ, പ്രമിതാവ്. പ്രമാതാവ് എന്ന് പറയുന്ന പോലെ തന്നെ പ്രമിതാവെന്നും പറയാം, വേറെ ശബ്ദം. പ്രമിത്സു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള യഥാർത്ഥമായ അനുഭവം ഉണ്ടാകണമെന്ന് കരുതുന്നവൻ, അത് താല്പര്യപ്പെടുന്നവൻ, അത് ആഗ്രഹിക്കുന്നവൻ. ഒരു വസ്തുവിനെ കുറിച്ച് ശരിയായി എനിക്കറിയണം, എന്നിൽ ശരിയായ അറിവുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവനാണ് പ്രമിത്സു. അതിന്റെ ഷഷ്ടിയിൽ പ്രമിത്സോഹോ എന്ന് വരും. ഈ പ്രമാതാവായിരിക്കുന്ന ആരാണ്? ആത്മാവ് തന്നെ, ജീവൻ തന്നെ. അത് തന്നെയാണ് പ്രമിത്സു ആയി ഇരിക്കുന്നത്. പ്രമാതാവായിരിക്കുന്നു, യഥാർത്ഥ അറിവുള്ളവനായിരിക്കുന്നു, അവൻ തന്നെ യഥാർത്ഥമായ അറിവിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ ജീവൻ തന്നെ യഥാർത്ഥമായ അറിവോടുകൂടിയിരിക്കുമ്പോൾ അതിനെ പ്രമാതാവെന്നും, യഥാർത്ഥമായ അറിവിന് ആഗ്രഹിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ വസ്തുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. ഇതെന്താണ്? മുമ്പിലിരിക്കുന്ന വസ്തു കാണുമ്പോൾ മനസ്സിലൊരു സംശയം ഉണ്ടാകുന്നു, ഇതെന്താണ്? അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ ആ ജീവൻ എന്തായി മാറുന്നു? പ്രമിസ്സു ആയി മാറുന്നു. ആ പ്രമിസ്സുവിന് മുന്നിൽ ഇരിക്കുന്ന വസ്തുവാണ് പ്രമേയം. പുസ്തകം പ്രമേയമായി. അപ്പോൾ ഇവിടെ പ്രമിസ്സു
പ്രമാണം പ്രമേയം. പ്രമിസ്സുവിന് ഇതിനെ അറിയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു പ്രമേയമായി. അതാർക്ക് സിദ്ധമാകുന്നു? എനിക്ക് സിദ്ധമാകുന്നു. ഞാൻ അതിനെ സിദ്ധമാകുന്നു വെച്ചാൽ അറിയുന്നു എന്നർത്ഥം. അതാണ് പ്രമിസ്സോഹോ. ഇതിനെ അറിയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് പ്രമേയം സിദ്ധേ. പ്രമേയം എന്നൂടെ ചേർത്തോണം. പ്രമേയമായിരിക്കുന്ന ഈ വിഷയം സിദ്ധമാകുമ്പോൾ ആത്മനി തന്നിൽ പ്രമാതരി പ്രമാതാവായിരിക്കുന്ന എന്നിൽ പ്രമാണ അന്വേഷണ ഭവതി. പ്രമാണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകുന്നു. അതിനെ എങ്ങനെ അറിയുന്നത്, എങ്ങനെ അതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് സമ്പാദിക്കാം എന്നിങ്ങനെ പ്രമാണത്തെക്കുറിച്ച് എന്ത് പ്രമാണത്തിലൂടെ അറിയാമെന്ന് ചിന്തിക്കുന്നു. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ യാഗത്തെക്കുറിച്ച് കേട്ടു, ഒരാൾ പറഞ്ഞു കേട്ടു, യാഗമെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ യാഗം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചൊരു പ്രമേയമായി. യാഗം എന്നുള്ളത് കേട്ടുകഴിഞ്ഞപ്പോൾ അതൊരു പ്രമേയമായി, ഒരു പ്രമാവിഷയമായി. പ്രാപ്തനാണത് പറഞ്ഞത്, അതുകൊണ്ട് അത് അയാൾ സത്യമാണെന്ന് ധരിച്ചു ആയി. അപ്പോ ആ അറിവ് എവിടെയുണ്ടായി? ഒരു ജീവന്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ അയാൾ പ്രമാതാവായി. കാരണം യാഗം എന്നുള്ള ഒരു പ്രമേയം അയാളുടെ അന്ധകരണത്തിലേക്ക് കടന്നു വന്നു. അയാൾ പ്രമാതാവായി. അയാൾ എന്ത് ചെയ്യുന്നു? ആ യാഗത്തെക്കുറിച്ച് എങ്ങനെയാണ് ശരിക്കും അറിയുന്നത്? എവിടെ നിന്നറിയാൻ പറ്റും? അപ്പോൾ അയാൾ പ്രമിച്ചുവായി. അതിനെക്കുറിച്ച് അറിയാൻ അയാൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നിൽ ആ സമയത്ത് പ്രമാതൃത്വം, താൻ പ്രമാതാവാകുന്നു, തന്നിൽ പ്രമിച്ഛ അറിയുന്നതിനുള്ള ആഗ്രഹമുണ്ടാകുന്നു. അത് കഴിയുന്ന അയാൾ എന്ത് ചെയ്യുന്നു? പ്രമാണത്തെ അന്വേഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ യാഗത്തെ ശരിക്കറിയാൻ കഴിയുന്നത്? അതെന്താണ് പ്രമാണം? ശ്രുതി, പ്രമാണം. അതിനെ അയാൾ അന്വേഷിക്കുന്നു. എങ്ങനെ അറിയാൻ പറ്റും? ശ്രുതിയെ, വേദത്തെ അധ്യയനം ചെയ്യുന്നു. അതാണ് പ്രമാണ അന്വേഷണം. സാധാരണ വിഷയങ്ങളെ സംബന്ധിച്ച് പൊതുവെ പറയാവുന്ന ഒരു രീതി ഇതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു വസ്തുവിനെ അയാൾ അറിയുന്നു, അതിനെക്കുറിച്ച് ശരിയായി അറിയാൻ വേണ്ടി അയാൾ പ്രവർത്തിക്കുന്നു എന്നർത്ഥം. ഇതാണ് സാധാരണ വിഷയങ്ങളെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിലോ അടുത്ത് പറയുന്നു, നഹി പൂർവം ഇത്തം അഹം ഇത് ആത്മാനം അപ്രമായ പശ്ചാത് പ്രമേയ പരിച്ഛേദായ പ്രവർത്തതേ. നഹി ആത്മാനാമ കസ്യജിത് അപ്രസിദ്ധോ ഭവതി. ആത്മാവിനെ സംബന്ധിച്ച് ഒരാൾ പ്രമിത്സുവാകുന്നില്ല. ആത്മാവിനെ സംബന്ധിച്ച് പ്രമാണ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആത്മാവിനെ പ്രമാണത്തിന്റെ ആവശ്യമില്ല, ആത്മാവിനെ അറിയുന്നതിന്. ആത്മാവ് പ്രമയ്ക്ക് വിഷയമാകുമ്പോൾ ആത്മാവിനെ പ്രമയ്ക്ക് വിഷയമാക്കാൻ വേണ്ടി ഒരു പ്രമാണത്തിന്റെ ആവശ്യം ഇല്ല. അതാണ്. എന്തുകൊണ്ട്? ആത്മാവ് ഒരിക്കലും അപ്രസിദ്ധമായ അജ്ഞാതമായ ഒരു വസ്തുവല്ല. പൂർണ്ണമായും അജ്ഞാതമായിരിക്കുന്ന ഒരു വസ്തു അല്ല ആത്മാവ് എന്നാണ്. എങ്ങനെ? നഹി പൂർവം ഇത്തം അഹം ഇതി ആത്മാനം അപ്രമായ. ആത്മാ എന്ന് പറയുന്നത് എന്താണ്? താൻ, തന്റെ സ്വരൂപമാണ്. ഒരാൾ ഇത്തമഹം, ഞാൻ ഇങ്ങനെയാണ് എന്നൊരിക്കലും അറിയാതെ, തന്നെക്കുറിച്ച് അറിയാതെ, ആത്മാനം അപ്രമായ, തന്നെക്കുറിച്ച് ശരിക്കും ബോധ്യപ്പെടാതെ, പശ്ചാത് പിന്നീട് പ്രമേയ പരിച്ഛേദായ പ്രമേയമായിരിക്കുന്ന ആത്മാവിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി ആരും തന്നെ പ്രവർത്തിക്കുന്നില്ല. അറിയാതെ, മുമ്പറിയാതെ പിന്നെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നർത്ഥം. മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അറിയാതിരുന്നതിനെ അറിയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഏകദേശം അറിഞ്ഞതിനെ അറിയാൻ ശ്രമിക്കുന്നു. രണ്ടും പറയാം. ചെറിയൊരു അറിവുണ്ടായി പൂർണ്ണമായ അറിവിന് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അറിയാതിരുന്നിട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആത്മാവിനെ തന്നെ അറിയാതെ പിന്നെ തന്നെ അറിയാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊന്നും തന്നെ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? എല്ലാവരും സദാ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്നെക്കുറിച്ച് അറിയാത്ത ആരുമില്ല.
സർവർക്കും ഞാൻ എന്നുള്ള ബോധം ഉള്ളിടത്തോളം കാലം തന്നെ അറിയുന്നില്ല എന്ന് പറയാൻ കഴിയത്തില്ല. ഞാൻ എന്ന് നിരന്തരം എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്നെക്കുറിച്ചുള്ള അറിവില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനെന്ന് പറയുന്നത് എന്ത്? അത് തന്നെയാണ് ആത്മാവ്. ആത്മാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? സ്വരൂപം, സ്വഭാവം എന്നൊക്കെയാണ്. ആത്മാവ്, താൻ, ഞാനെന്ന് ഉള്ള ഈ അനുഭവം, ഈ അനുഭവത്തിലൂടെ സദാ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത് നഹി പൂർവം ഇത്തമഹം. ഞാനെന്ന് ആത്മാനം അപ്രമായ, തന്നെ അറിയാതെ. ആ അറിവ് ഭ്രാന്തി എന്ന് പറയാൻ പറ്റത്തില്ല. ഞാനെന്ന് സദാ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പശ്ചാത്, പിന്നീട് അറിയാതെ ആരും പ്രമേയ പരിച്ഛേദായ ആത്മാവിനെ യഥാർത്ഥമായി അറിയുന്നതിന് വേണ്ടി ആരും ഒരുമ്പെടുന്നില്ല. എന്തുകൊണ്ട്? നഹി ആത്മാനാമ കസ്യചിത് അപ്രസിദ്ധോ ഭവതി. ആത്മാവെന്ന് പറയുന്ന ഒന്ന് താൻ കസ്യചിത് ആർക്കും തന്നെ അപ്രസിദ്ധമല്ല, അറിയാത്തതല്ല, അജ്ഞാതമായ ഒന്നല്ല. അജ്ഞാത ജ്ഞാപകം പ്രമാണം എന്ന് പറയുന്നു. അജ്ഞാതമായിരിക്കുന്നതിനെ ജ്ഞാപിപ്പിക്കുന്നതിനാണ് പ്രമാണം, അറിയിപ്പിക്കുന്നതിന്. ആത്മാവ് ഒരിക്കലും അജ്ഞാതമല്ല, അത് സ്വതസിദ്ധമാണ്, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് സദാ അനുഭവരൂപത്തിൽ നിൽക്കുകയാണ്. അതിനെ അറിയുന്നതിന് വേണ്ടി ഒരു പ്രമാണത്തിന്റെ ആവശ്യം ഇല്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യം തോന്നുന്നു? പ്രമാണം ആവശ്യമില്ലെങ്കിൽ ശ്രുതി, ഉപനിഷത്ത്, അതിന്റെ ആവശ്യം എന്താണ്? അതടുത്ത് പറയും. ഇവിടെ പറയുകയാണ് എന്താണ്? ആത്മാവ് സ്വതസിദ്ധമാണ്. എന്നുവെച്ചാൽ താൻ ആത്മാവ് എന്ന് പറയുമ്പോൾ അന്യമായ ഒരു വസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾ പഠിച്ചറിയേണ്ട ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ആത്മാവ് എന്ന് വെച്ചാൽ താൻ തനിക്ക് അസിദ്ധമായത് ഒന്നല്ല. എന്തുകൊണ്ട്? ഞാനെന്ന് സദാ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടോ? ഇത് തന്നെയാണ് ആത്മാവ്. ഞാനെന്ന് ഏതിനെയാണോ അറിയുന്നത് അത് തന്നെ ആത്മാവ്. അതിനൊരിക്കലും അജ്ഞാതമായിരിക്കാൻ പറ്റത്തില്ല, ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ബോധസ്ഫുരണമുണ്ടോ അവിടെ ആത്മാവ് ജ്ഞാതമായി കഴിഞ്ഞു. ബോധസ്ഫുരണം ഇല്ലെങ്കിൽ പറയാം. ബോധസ്ഫുരണം ഇല്ല, അങ്ങനെ ഒന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. കാരണം ചിന്തിക്കുമ്പോൾ ബോധം സ്ഫുരിക്കും. അപ്പോൾ ബോധസ്ഫുരണത്തിന്റെ അഭാവം, അത് ചിന്തിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെയും ചിന്ത നിൽക്കുന്നു, ബോധസ്ഫുരണം നിൽക്കുന്നു. നമുക്ക് ഏതൊരു വിഷയത്തെക്കുറിച്ചും ചിന്തിക്കാൻ ഇതിരിക്കാം കഴിയും, പക്ഷെ അറിവിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ചിന്ത ഉണ്ടോ അവിടെ അറിവും ഉണ്ട്, അപ്പുറം നമുക്ക് അവ്യക്തമാണ്. അങ്ങനെ ഒരവസ്ഥ ശൂന്യത എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് വിഷയമാകുന്ന ഒന്നല്ല. ശൂന്യത്തെ സങ്കല്പിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? സങ്കല്പം എന്ന് പറയുമ്പോൾ ശൂന്യത്തെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ സങ്കല്പം നിൽക്കും, ശൂന്യമാകത്തില്ല എന്നറിയാം. ശൂന്യത ഒരാൾ സങ്കല്പിക്കാൻ വരുമ്പോട്ടെന്നിരിക്കട്ടെ, ശൂന്യത്തെ സങ്കല്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശൂന്യമല്ല, സങ്കല്പമാണ് അവിടെ. അതുകൊണ്ട് ഒരിക്കലും തനിക്ക് താൻ ശൂന്യനാകുന്നില്ല. തന്നെ എപ്പോഴും താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞെങ്കിൽ പിന്നെ പ്രമാണം എന്തിന്? അറിയുന്നതിന് വേണ്ടിയാണ് പ്രമാണം. പിന്നെ വേദത്തിന്റെ ആവശ്യം എന്താണ്? അതാണ് അടുത്ത് പറയുന്നത്. ശാസ്ത്രം തു അന്ത്യം പ്രമാണം അതധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന പ്രാമാണ്യം ആത്മനഃ പ്രതിപദ്ധ്യത നതു അജ്ഞാതാർത്ഥ ജ്ഞാപകത്വേന തഥാച ശ്രുതി യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ ഇതി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. ശാസ്ത്രം, ഉപനിഷത്ത്, ഉപദേശം ഇതെല്ലാം എങ്ങനെയാണ് സാർത്ഥകമാകുന്നത്? ശാസ്ത്രം തു അന്ത്യം പ്രമാണം. ശാസ്ത്രം എന്ന് പറയുന്നതാണ് ഉപനിഷത്തിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യമായ പ്രമാണം. പ്രത്യക്ഷാനുമാന ഉപമാന ശബ്ദം എന്ന് പറയുന്നതിൽ ശാസ്ത്രം, വേദം, ഉപനിഷത്ത് ഇതാണ് പരമമായിട്ടുള്ള പ്രമാണം. ഇതൊരു പ്രമാണമേ ഉള്ളൂ ആത്മാവിനെ ശരിക്ക് ബോധിപ്പിക്കുന്നതിന്. പ്രമാണം കൂടാതെ ഭ്രമം ഉണ്ടാകത്തില്ല, അറിവുണ്ടാകത്തില്ല. അപ്പൊ ശാസ്ത്രം കൂടാതെ അറിവ്, ആത്മാവിനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പറയുന്നു അന്ത്യം പ്രമാണം.
ശാസ്ത്രത്തെ ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും പ്രമാണത്തിലൂടെ പ്രത്യക്ഷം. കാരണം നിയമം ഇതാണ്, എന്താണ്? പ്രമ ഉണ്ടാകണമോ പ്രമാണം കൂടിയേ തീരും. ആ ഒരു നിയമത്തെ ആർക്കും മാറ്റാനൊക്കത്തില്ല. ആത്മാവിനെ സംബന്ധിച്ച് പ്രമേയം ഉണ്ടാകണമോ അവിടെ പ്രമാണം കൂടിയേ തീരും. അപ്പോൾ അവിടെ എന്താണ് പ്രമാണം? പറയുന്നു ശാസ്ത്രം തന്നെ പ്രമാണം. അന്ത്യം പ്രമാണമാണ്, അന്ത്യമായ പ്രമാണമാണ്, ആ പ്രമയ്ക്കുള്ള കാരണമാണ്. പക്ഷെ അത് എങ്ങനെ മറ്റ് പ്രമാണങ്ങളെ പോലെയല്ല. ആ തദ്ധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന. തദ്ധർമ്മം ആത്മധർമ്മം, ആത്മസ്വരൂപത്തെ തന്നെ ചിലപ്പോൾ ആത്മധർമ്മം എന്ന് പറയും. ആത്മസ്വരൂപമായിരിക്കുന്ന സച്ചിദാനന്ദം, അതിന് ആത്മധർമ്മം എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ അതെല്ലാം സ്വരൂപമാണ്. ആത്മാവിൽ വാസ്തവത്തിൽ ധർമ്മമില്ല, പക്ഷെ ധർമ്മമുണ്ടെന്ന് കൽപ്പിക്കുന്നു. ആ കൽപ്പിക്കപ്പെടുന്ന ധർമ്മങ്ങൾ അത് വാസ്തവത്തിൽ ആത്മാവിന്റെ ധർമ്മങ്ങളല്ല, മറിച്ചോ തദ്ധർമ്മം ആത്മധർമ്മം. അതങ്ങനെയല്ല, ആ തദ്ധർമ്മങ്ങളാണ്, ആത്മധർമ്മങ്ങളല്ല. തദ്ധർമ്മം എന്ന് വെച്ചാൽ ആത്മധർമ്മം, ആ തദ്ധർമ്മം എന്ന് വെച്ചാൽ ആത്മധർമ്മങ്ങളല്ല. ആത്മാവ് നിർധർമ്മകമാണ്. എന്നാലും താൻ എന്ത് ചെയ്യുന്നു? തന്നിൽ ധർമ്മങ്ങളെ കൽപ്പിക്കുന്നു. ഞാൻ, എന്റെ ഈ ശരീരം, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, ഇതാണ് തദ്ധർമ്മ അധ്യാരോപണം. ഈ ധർമ്മങ്ങളെല്ലാം തന്നിൽ ആരോപിക്കുന്നു. ഇത് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഉണർന്നിരിക്കുമ്പോൾ മനസ്സ് തന്നിൽ ഇത്തരം ധർമ്മങ്ങളെ ആരോപിച്ചിട്ട് ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, എനിക്ക് ശരീരമുണ്ട്, എനിക്ക് മനസ്സുണ്ട്, ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങളാണെന്ത്? തദ്ധർമ്മ അധ്യാരോപണം. അധ്യാരോപണമെന്നും അധ്യാസമെന്നും എന്തുവേണം പറയാം. അനാത്മധർമ്മങ്ങളോട് ഈ ബോധം, ഈ ചിത്ത് താതാത്മ്യപ്പെടുന്നു. അതാണ് തദ്ധർമ്മ അധ്യാരോപണം. ഇവിടെ എന്ത് ചെയ്യുന്നു? വാസ്തവത്തിൽ ഈ ധർമ്മങ്ങളൊന്നും ആത്മാവിൻ്റേതല്ല. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? വാസ്തവത്തിൽ ഇതിനെ അതദ്ധർമ്മ അധ്യാരോപണം എന്ന് പറയാം. തന്റേതല്ലാത്ത ധർമ്മങ്ങളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അതദ്ധർമ്മ അധ്യാരോപണത്തെ മാത്രം പൂർണ്ണമായും നിവർത്തകത്വേന നിവർത്തിപ്പിക്കുന്നു. അതാണ് ശാസ്ത്രം. ശാസ്ത്രം പ്രത്യക്ഷാദി പ്രമാണങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ആത്മാവിനെ പ്രമയ്ക്ക് വിഷയമാക്കുകയല്ല ചെയ്യുന്നത്. അതിന് ശാസ്ത്രത്തിന് കഴിവില്ല. എന്നാലും ശാസ്ത്രം പ്രമാണമാണ് എന്നർത്ഥം. അപ്പൊ ശാസ്ത്രം ആത്മാവിന് പ്രമാണമാണെന്നും പ്രമാണമല്ലെന്നും പറയും. ആദ്യം പറഞ്ഞ എന്താണ്? ശാസ്ത്രം ആത്മാവിന് പ്രമാണമല്ല. എന്തുകൊണ്ട്? ശാസ്ത്രമെന്ന് പറയുന്ന പ്രമാണം പ്രമേയം ഉണ്ടാക്കി ആ പ്രമയ്ക്ക് ആത്മാവ് വിഷയമാകുന്നില്ല. അങ്ങനെ ഒരു പ്രമയ്ക്ക്. അതുകൊണ്ട് എന്താണ്? ഇത് പ്രമാണമല്ല. മറിച്ച് ശാസ്ത്രം പ്രമാണമാണെന്ന് പറയാം. എങ്ങനെ? ആ തദ്ധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന. എന്തൊക്കെയാണോ താൻ തന്നിൽ കൽപ്പിച്ചിരിക്കുന്നത് അതിനെല്ലാം ഇല്ലാതാക്കുന്നു. അതിന് ശാസ്ത്രം സഹായിക്കുന്നു. ഞാൻ ശരീരം ആണെന്ന് കരുതുന്നു, ശാസ്ത്രം പറയുന്നു. ഇവിടെ ഭഗവാൻ തന്നെ ഉപദേശിക്കുന്നു, അത് ശാസ്ത്രമാണ്. അത് എന്നോട് പറയുന്നു നീ ശരീരമല്ല. അർജുനൻ കരുതുന്നു ഞാൻ ദുഃഖിയാണെന്ന് പറയുന്നു. ഇവിടെ ശാസ്ത്രം പറയുന്നു നീ ദുഃഖിയല്ല. ഇവിടെ ആ തദ്ധർമ്മ അധ്യാരോപണം എന്ന് പറയുന്നത് എന്താണ്? അർജുനൻ കരുതുന്നു ഞാൻ ഈ ശരീരമാണ്, അർജുനൻ കരുതുന്നു അല്ലെങ്കിൽ നാം കരുതുന്നു ഞാൻ ദുഃഖിയാണ്. ഇതാണ് ആ തദ്ധർമ്മ അധ്യാരോപണം. അതിനെ പൂർണ്ണമായും സകാരണം, അതാണ് മാത്രം എന്ന് പറഞ്ഞത്, പൂർണ്ണമായും അതിനെ നിഷേധിക്കുന്നു, മറിച്ച് വിഷയമാക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ മാത്ര ശബ്ദം പ്രയോഗിച്ചിരിക്കുകയാണ്. അതിനെ നിവർത്തിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? ശാസ്ത്രം ചെയ്യുന്നത്. അങ്ങനെയാണ് അത് പ്രമാണമാകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആത്മനഃ പ്രാമാണ്യം പ്രതിപദ്ധ്യത. ആത്മാവിൽ അത് പ്രമാണമായി തീരുന്നു ശാസ്ത്രം. നതു അജ്ഞാത അർത്ഥജ്ഞാപകത്വേന. അജ്ഞാതമായ ഒരു വിഷയത്തെ ബോധിപ്പിക്കുന്നു എന്നുള്ള തരത്തിലല്ല. പുസ്തകം അജ്ഞാതമായിരുന്നു, അതിനെ
ചക്ഷുരേന്ദ്രിയം ആകുന്ന പ്രമാണം അല്ലെങ്കിൽ ശബ്ദമാകുന്ന ഒരു പ്രമാണം അതിനെ ബോധിപ്പിച്ചു, അറിയാതിരുന്നതിനെ ബോധിപ്പിച്ചു. ഇവിടെ അങ്ങനെയല്ല. ആത്മാവ് ഒരിക്കലും അജ്ഞാതമായിരിക്കുന്നില്ല. അതെന്താണ്? സദാ ജ്ഞാതമായി തന്നെ ഇരിക്കുന്നു. എന്നുവെച്ചാൽ താൻ എനിക്ക് ഒരിക്കലും അറിയാതിരിക്കുന്നില്ല, അറിയപ്പെടാതിരിക്കുന്നില്ല. ഞാൻ എനിക്ക് സദാ സിദ്ധമാണ്, പ്രത്യക്ഷ സിദ്ധമാണ്. ഞാനെന്നുള്ള അനുഭവത്തിലൂടെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മപ്രകാശം. അല്ലെങ്കിൽ ആത്മപ്രകാശം അജ്ഞാനാവസ്ഥയിൽ ഞാനെന്നുള്ള ആകാരത്തിൽ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ജീവന്റെ അജ്ഞാനാവസ്ഥയിൽ ഞാനെന്നുള്ള വടിവിൽ ആത്മാവ് അവന്റെ ഉള്ളിൽ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മാവ് ഒരിക്കലും അജ്ഞാതമാകുന്നില്ല, അറിയപ്പെടാത്ത ഒരു വസ്തുവാകുന്നില്ല. അതുകൊണ്ട് ശാസ്ത്രത്തിന് ആത്മാവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. അതിനൊരു വിഷയമാക്കി പരിച്ഛേദിച്ച് പരിമിതപ്പെടുത്തി, പുസ്തകത്തെ എങ്ങനെയാണോ അറിവ് പ്രമ പരിമിതപ്പെടുത്തിയത് അതുപോലെ ആത്മപ്രമ ആത്മാവിനെ പരിമിതപ്പെടുത്താൻ സാധ്യമല്ല, ഉൾക്കൊള്ളാൻ സാധ്യമല്ല. മറിച്ച് ആ പ്രമ ആത്മാവിനെ ആശ്രയിച്ച് അന്ധക്കരണത്തിലുണ്ടാകുന്ന ഒന്നാണ്. ജന്യമാണ് പ്രമ. ആത്മാവിനെ കുറിച്ചുള്ള ഒരു പ്രമ എന്ന് പറയുന്നത് എന്താണ്? അത് ജന്യമാണ്, അത് നശിക്കുന്നതാണ്, അത് അന്ധക്കരണത്തിലുണ്ടാകുന്നതാണ്. അതിനൊരിക്കലും അപരിച്ഛിന്നമായിരിക്കുന്ന ആത്മാവിനെ പരിച്ഛേദിക്കാൻ സാധ്യമല്ല. പിന്നെ ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എന്താണോ ആത്മാവിൽ ഈ ജീവൻ ആരോപിച്ചിരിക്കുന്നത് അതിനെ സകാരണം ആത്മാവിൽ നിന്ന് നീക്കാൻ അതിന് കഴിയും. അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്രം അന്ത്യം പ്രമാണം, ശാസ്ത്രമാണ് മുഖ്യമായിരിക്കുന്ന പ്രമാണം. അത് ഒരു പ്രമാണമേ ഉള്ളൂ ആത്മാവിന് പ്രമാണമായിട്ട്. പക്ഷെ അത് ആത്മാവിനെ വിഷയമാക്കാനല്ല. ആ തദ്ധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന. എപ്പോഴാണോ ഒരുവനിൽ ഈ ആത്മബോധം സ്ഫുരിക്കുന്നത്, ശരീരബോധം, സുഖി ദുഃഖി എന്നുള്ള ബോധം, ഇതെല്ലാം മാറി ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി ഒരാളിൽ എപ്പോഴാണോ ആത്മബോധം സ്ഫുരിക്കുന്നത് ആ സമയം എന്ത് ചെയ്യുന്നു? ആ ബോധം അതുവരെ അവൻ എങ്ങനെയാണോ തന്നെക്കുറിച്ച് ധരിച്ചിരുന്നത്, താൻ ശരീരത്തോടുകൂടി ഇവനാണ്, സുഖദുഃഖിയാണ്, ഇത്തരം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബോധത്തെയും അത് നശിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അത് അധ്യാരോപണമാണ്, ആ ജീവൻ തന്നെ കൽപ്പിച്ചതാണ്, അതിനെ നശിപ്പിക്കുന്നു അതിന്റെ കാരണത്തോടുകൂടി. അങ്ങനെ ആത്മനഃ പ്രാമാണ്യം പ്രതിപദ്ധ്യതേ. അങ്ങനെ ശാസ്ത്രത്തിനെ ആത്മാവിന് പ്രമാണമാണെന്ന് പറയാം. അപ്പോൾ ആത്മാവിന് ശാസ്ത്രം പ്രമാണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. രണ്ടു തരത്തിലും പറയാം. ആത്മാവിനെ കുറിച്ചുള്ള പ്രമേയെ മറ്റു വിഷയങ്ങളെക്കുറിച്ച് ഉള്ള പ്രമേയെ പോലെയുള്ള ഒരു പ്രമേയെ ഉണ്ടാക്കി ആ പ്രമയ്ക്ക് ആത്മാവിനെ വിഷയമാക്കാൻ ശാസ്ത്രത്തിന് ക്ഷമതയില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ശാസ്ത്രം ആത്മാവിനെ ബോധിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് പല മഹാത്മാക്കളുടെ ഉപദേശത്തിനും പല കാര്യങ്ങളിലും എന്തു പറയും? ശാസ്ത്രം കൊണ്ട് ആത്മാവിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അത് സത്യമാണ്. അസത്യമാണെന്ന് പറയുന്ന അത് തന്നെയാണ് ശാസ്ത്രം. അത് പറയുന്ന ആ ഉപദേശത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം കൊണ്ടൊരിക്കലും ആത്മാവിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല. ഈ ഉപദേശമാണ് ശാസ്ത്രം. അതാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ബോധനവും. ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ബോധനം അതാണ്. എന്താണ്? ഒരിക്കലും ഇത് ശാസ്ത്രം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് കേട്ടിട്ടാണ് നമ്മൾ ശാസ്ത്രത്തെ ത്യജിക്കുന്നത്. ശാസ്ത്രത്തെ ത്യജിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായി എന്ത് ചെയ്യുന്നു? ആ ഉപദേശത്തെ തന്നെ ത്യജിക്കുകയാണ്, ബാക്കി അന്വേഷിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ആത്മാവിനെ അറിയുന്നത്? എങ്ങനെയാണ് അവിടെ ശാസ്ത്രം സഹായിക്കുന്നത്? എന്ന് പറയുന്നത് ശാസ്ത്രം എങ്ങനെ സഹായിക്കുന്നു? അനാത്മധർമ്മങ്ങളെ തിരസ്കരിക്കുന്നതിന് സഹായിക്കുന്നു. ആത്മാവിനെ ബോധിപ്പിക്കുന്നതിനല്ല. ആത്മാവിനെ ബോധിപ്പിക്കുന്നതിന് ശാസ്ത്രത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടാണ് ആചാര്യന്മാർ ശാസ്ത്രത്തെ നിഷേധിക്കുന്നത്. ശാസ്ത്രം അതിന് പര്യാപ്തമല്ല. ഇനി ആത്മാവിനെ ബോധിപ്പിക്കുന്നതിന് ശാസ്ത്രമല്ലാതെ മറ്റെന്തെങ്കിലും ഉപായമുണ്ടോ? ഇല്ല. മറ്റു യാതൊരു ഉപായമില്ല. ശാസ്ത്രം ഒന്നല്ലാതെ.
ആത്മാവിനെ ബോധിക്കുന്നതിന് ജീവന് സഹായകമായിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണത് അന്തിം പ്രമാണം. അവസാനമായി ശരണം പ്രാപിക്കാമെന്നുള്ള ഒരേ ഒരു പ്രമാണം. ആത്മാവിനെക്കുറിച്ച് ഒരുവന് ശരിയായ ബോധം ഉണ്ടാകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ശാസ്ത്രം. മറ്റൊരു വഴിയില്ല. അതെങ്ങനെ ബോധിപ്പിക്കുന്നു? അധധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകത്വേന. ഇത് ഒരുവന്റെ ബുദ്ധിക്ക് പിടികിട്ടണം. അവന്റെ ഉള്ളിൽ ഇത് തെളിയണം. അത് അനാത്മധർമ്മങ്ങളെ നിഷേധിച്ചുകൊണ്ട് ആ ശാസ്ത്രം പ്രമാണമായിത്തീരുന്നു. അതിനും ശാസ്ത്രമല്ലാതെ മറ്റൊരു ഉപായമില്ല. ഏതെങ്കിലും ഒരു ഉപായം ഇതിന് അവശേഷിക്കുന്നില്ല. ഒരൊറ്റ ഉപായമേ ഉള്ളൂ. എന്താണ്? ശാസ്ത്രം. അതെന്ത് ചെയ്യുന്നു? ഈ അനാത്മധർമ്മങ്ങളെ നിഷേധിക്കുന്നു എന്നർത്ഥം. അപ്പോൾ നമ്മുടെ മനസ്സിൽ സംശയം വരും. മറ്റൊരുപാട് ഉപായങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ജപധ്യാനാദികളും സ്തുതി കീർത്തനങ്ങളെല്ലാം. ആ ഉപായങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ആ ഉപായങ്ങളെല്ലാം ഈ ഒരു ബോധം ഉള്ളിൽ വരുന്നതിന് സഹായിക്കുന്നതാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? സ്ഥൂലമായി അത് ശബ്ദമാണ്. സൂക്ഷ്മമായി വരുമ്പോൾ എന്താണ്? ആ ശബ്ദം തന്നെയാണ് നമ്മൾ പറയും, ശാസ്ത്രീയമായ ഭാഷയിൽ തന്നെ പറയും, ആത്മാകാരവൃത്തി, ബ്രഹ്മാകാരവൃത്തി, അപരോക്ഷം, സാക്ഷാത്കാരം എന്ന് പറയും. അപരോക്ഷം, സാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നത് എന്താണ്? അതാണ് ആ ശാസ്ത്രത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അർത്ഥം, സാക്ഷാത്കാരം, അനുഭവം. ആ അനുഭവമാണ് എന്ത് ചെയ്യുന്നത്? ആ തദ്ധർമ്മ അധ്യാരോപണങ്ങളെ നിവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് വേദം, ശ്രുതി എന്ന് പറയുന്നു. ശ്രുതി എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് എന്താണ്? ആത്യന്തികമായിട്ട് അത് ആത്മാനുഭവമാണ് ശ്രുതി. ബാഹ്യമായി അത് ശബ്ദരൂപത്തിൽ നിൽക്കുന്നു, ആന്തരികമായി അനുഭവ രൂപത്തിൽ നിൽക്കുന്നു. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, ശാസ്ത്രത്തിന്റെ പരമമായ താല്പര്യം. അതുകൊണ്ട് അതിനെ ചരമവൃത്തി എന്നും മറ്റും ശാസ്ത്രീയമായ ഭാഷയിൽ പറയുന്നുണ്ട്. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് ഗുരു ഉപദേശം. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്തു. ആ ഗുരു ഉപദേശം, ആ ഗുരു ഉപദേശം എങ്ങനെ ശിഷ്യനിൽ വരുന്നു, എങ്ങനെ ഗുരു ഉപദേശവും ശിഷ്യന്റെ അനുഭവവും ഒന്നാകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ആ ഗുരുവിന്റെ ഉപദേശമാണ് ശാസ്ത്രം, അതാണ് ഗുരുവിന്റെ അനുഭവം, അതുതന്നെയാണ് ശിഷ്യന്റെ അനുഭവം. അതിന് മാത്രമേ, അതിനെയാണ് നമ്മൾ അപരോക്ഷ അനുഭൂതി എന്നും മറ്റും പറയുന്നത്. ഈ അതദ്ധർമ്മ അധ്യാരോപണങ്ങളെ നിവർത്തിപ്പിക്കാൻ സാധ്യമാണ്. നമുക്ക് ശാസ്ത്രത്തെ സംബന്ധിച്ച് നമുക്ക് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണ എന്താണ്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന പുസ്തകം, പരമാവധി നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുള്ള ലിപി, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം. അതുകൊണ്ടാണ് ആൾക്കാർ ശാസ്ത്രത്തിനോട് വൈമുഖ്യം പ്രകടിപ്പിക്കുന്നത്. കാരണം വായിക്കുന്നതിനുള്ള മടി. അതാണ് നമ്മൾ ശാസ്ത്രത്തിൽ നിന്നുള്ള നമ്മുടെ അകൽച്ചയെന്ന് പറയുന്നത് വായിക്കാനുള്ള മടിയാണ്. അത് കുട്ടിക്കാലത്തെ ഉള്ളതാണ്, അത് എളുപ്പം മാറുന്നതല്ല. വാസ്തവത്തിൽ ശാസ്ത്രം അതല്ല, മറിച്ച് എന്താണ്? അതിന്റെ പരമമായ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രം അതദ്ധർമ്മ അധ്യാരോപണ മാത്ര നിവർത്തകമാണ്. അതാണ് ശാസ്ത്രം. ആ അതദ്ധർമ്മ അധ്യാരോപണങ്ങളെ നിവർത്തിക്കുന്നത് എന്താണ്? അപരോക്ഷ സാക്ഷാത്കാരം അല്ലെങ്കിൽ ചരമ സാക്ഷാത്കാരമാണ്. അതുകൊണ്ടാണ് അതിനെ അന്ത്യം എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ശാസ്ത്രമാണ് ഇതിന്റെ തുടക്കം, ഇതിന്റെ ഒടുക്കം, ഇതിന്റെ അവസാനം എന്താണ്? ഈ ശാസ്ത്രം തന്നെയാണ്. അങ്ങനെ അത് ആത്മാവിന് പ്രമാണമാകുന്നു. ആത്മനഃ പ്രാമാണ്യം പ്രതിപദ്ധ്യതേ എന്നർത്ഥം. മറ്റ് പ്രമാണങ്ങളെ പോലെ അല്ല ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. നതു അജ്ഞാതാർത്ഥ ജ്ഞാപകത്വേന തഥാച ശ്രുതി. ഈ കാര്യം ശ്രുതി തന്നെ പറയുന്നുണ്ട് നേരിട്ട്. അല്ലാതെ ഇതൊന്നും ഭാഷ്യകാരൻ പറയുകയാണ്, ഇതൊന്നും എന്റെ കൽപ്പനയല്ല, മനസ്സുകൊണ്ട് ആലോചിച്ച് കണ്ടുപിടിച്ച എല്ലാ ശ്രുതി ഇതിന് പ്രമാണമായി പറയുന്നുണ്ട്. വൈശേഷികന്മാരൊന്നും ഇത്തരത്തിലുള്ള ഒരു ആത്മാവിനെ സ്വീകരിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവെന്ന് പറയുന്ന ഒരു ദ്രവ്യമാണ്, ഒരു വസ്തുവാണ്. ഈ കസേരയും മേശിയൊക്കെ പോലെയുള്ള ഒരു സാധനമാണ് ആത്മാവ്. അതുകൊണ്ട് ഇത്തരം മുമ്പോട്ട് കടന്നവർ ചിന്തിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ദ്രവ്യം, അതിനെ ഞാൻ എന്നിങ്ങനെ അറിയുന്നു. ആത്മചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം
മുമ്പോട്ട് പോയിട്ടില്ല. അവരെക്കുറിച്ച് കൂടുതലും എന്താണ്, അവർ പദാർത്ഥ ചിന്തകന്മാരാണ്. പദാർത്ഥങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം, അഭാവം എന്നിങ്ങനെ ഈ പ്രപഞ്ചത്തെ വേർതിരിച്ചിട്ട് അതിൽ ഇതാണ് രൂപരസഗന്ധ സ്പർശം എന്നും പറഞ്ഞ് ഗുണങ്ങളെക്കുറിച്ച്, കർമ്മം, ഇങ്ങനെ അവർ ചിന്തിച്ചു പോവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ഒരു മുഖ്യമായ ചിന്താവിഷയമല്ല. ഇനി അവർ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, കൂടുതൽ ചിന്തിക്കുന്നത് പദാർത്ഥങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ പദാർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആത്മാവിനെ അറിയാം, അങ്ങനെ അത് വേറെ വഴിയാണ്. ഈ തരത്തിലുള്ള ഒരു ചിന്ത അവിടെയില്ല. മോക്ഷവും മറ്റും അവർക്കും ഉണ്ടെങ്കിലും അവർ ഇവിടെ പറയുന്ന രീതിയിൽ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നവരല്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ഒരു വസ്തുവാണ്, ദ്രവ്യമാണ്, അതിനെ ഞാൻ എന്നറിയുന്നു, അത് കഴിഞ്ഞു. അതാണ് അവരുടെ ചിന്ത. തഥാച ശ്രുതി, ഇവിടെ ശ്രുതി പറയുന്നുണ്ട്. എന്താണ്? യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ഏതൊന്നാണോ സാക്ഷാത്, സാക്ഷാത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരിട്ട്, സാക്ഷാതായി ഞാനത് കണ്ടെന്ന്, ഞാൻ നേരിട്ട് കണ്ടെന്നാണ്. നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നിനെ അപേക്ഷിക്കാതെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ, അപരോക്ഷ, അനുഭവരൂപത്തിൽ. അപരോക്ഷം എന്ന് വെച്ചാൽ അനുഭവം, അനുഭവരൂപത്തിൽ ഉള്ളതാണ്. മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ അപരോക്ഷ രൂപത്തിൽ, അനുഭവരൂപത്തിൽ പ്രകാശിക്കുന്നതാണ് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള, നേരത്തെ പറഞ്ഞല്ലോ, പ്രമാണം, പ്രമേയം, ഈ പട്ടികയിൽ ബ്രഹ്മത്തെ പെടുത്താൻ പറ്റത്തില്ല. എനിക്ക് പുസ്തകത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, പുസ്തകസ്ഫുരണം എന്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ എന്താണ്? എനിക്കിവിടെ പ്രമാണം, എന്റെ കണ്ണ് വേണം, ചക്ഷുരേന്ദ്രിയം വേണം, പ്രത്യക്ഷമായ അനുഭവത്തിന്. പറഞ്ഞറിയുന്നതിനാണെങ്കിലോ, കേട്ടറിയുന്നതിനാണെങ്കിൽ ശ്രവണേന്ദ്രിയം മതി. ഇനി അതിനപ്പുറം ഇതിന് രണ്ടിനെ ആശ്രയിക്കാതെ ഞാൻ മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ളതാണെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് അനുമാനിച്ചറിയാം. ഞാനിവിടെ ഇല്ല, പക്ഷെ എനിക്ക് അനുമാനിച്ചറിയാം. ഇപ്പൊ ക്ലാസ് അതിന്റെ സമയമാണ്, പുസ്തകം അവിടെ ഉണ്ടായിരിക്കും, ഈ തരത്തിൽ അനുമാനിക്കാം. ഒന്നുകിൽ എനിക്കിതിനെക്കുറിച്ച് എന്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചറിയണം, അല്ലെങ്കിൽ മനസ്സ് ഉപയോഗിച്ചറിയണം. അവിടേക്ക് എന്താണ്? അറിവൊന്നും സാക്ഷാതല്ല, അന്യാശ്രയം കൊണ്ട് ഇവിടെയല്ല, അന്യാശ്രയം കൂടാതെ ഉള്ളതല്ല. പക്ഷേ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? തന്റെ സ്വരൂപം എന്ന് പറയുന്നത് സാക്ഷാത്, അന്യാശ്രയം കൂടാതെ അപരോക്ഷമാണ്, അനുഭവരൂപത്തിലുള്ളതാണ്. അതാണ് ശ്രുതി ഇതിനെക്കുറിച്ച് പറയുന്നത്. യ ആത്മാ, അത് തന്നെയാണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വലുതായ മറ്റെന്തോ ഒന്ന്, താൻ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒന്നാണ്, തപസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒന്നാണ് എന്ന് ധരിച്ചു പോകും. ആ ധാരണ മാറ്റാൻ വേണ്ടി പറയുന്നു ഈ ആത്മാ, അത് തന്നെയാണ് നിന്റെ സ്വരൂപം, നിന്റെ സ്വരൂപമാണ് അത് എന്നർത്ഥം. അത് തന്റെ മാത്രം സ്വരൂപമാണോ? അല്ല, സർവാന്തരഹ, അത് തന്നെയാണ്. ബൃഹദാരണ്യ ശ്രുതി പറയുകയാണ് അത് തന്നെയാണ് ഈ കാണുന്ന സർവരുടെയും ഉള്ളിലിരിക്കുന്നത്, ആ ഒരു വസ്തു തന്നെയാണ്. അപരോക്ഷ സ്മരണരൂപത്തിൽ എന്ന് പറയും വ്യാഖ്യാനത്തിൽ. അപരോക്ഷമായ, പ്രത്യക്ഷമായ അനുഭവരൂപത്തിൽ അതിരിക്കുന്നു എന്നാണ്. അത് സർവ്വവസ്തുക്കളിലും ഇരിക്കുന്നു എന്നാണ്.